ഒരു മുംബൈയിൽ നമ്മുടെ അലീന ആർക്ക് നേരെ റീത്തയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നാളത്തെ കഥയിലാണെങ്കിൽ അലീനയാണെങ്കിൽ ആരോട് വല്യപ്പച്ചൻ്റെ അടുത്താണെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അതായത് വല്യപ്പച്ച, സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പപ്പായുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ വരികയാണ്. പപ്പയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നല്ല രീതിയിൽ തന്നെ മദ്യത്തിന് അഡിക്റ്റ് ആവുകയാണ് എന്ന് പറയുകയാണ്. പപ്പയ്ക്ക് സ്വബോധം പോകുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്, പപ്പ മദ്യപിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതൊക്കെ നിർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഉപവാസവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നും വല്യപ്പച്ചനോട് പറയുമ്പോൾ, മോളെ, അവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ഓരോന്ന് പറയുകയല്ലാതെ വേറെ ഒരു ഉപകാരമില്ല. അവനൊരിക്കലും അവൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. നീ വെറുതെ പട്ടിണി കിടക്കാന്നല്ലാതെ വേറെ ഒരു ഉപകാരവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്തായാലും ശരി വല്യപ്പച്ച, ഞാൻ പപ്പയെ നേരെയാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വല്യപ്പച്ചൻ്റെ മുൻപിൽ തന്നെ അലീന കരഞ്ഞുകൊണ്ട് പറയാണ്, പപ്പ ഇവിടെ വന്നിട്ട് എന്നെ ഇതുവരെയും മോളെ എന്ന് ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒരു തവണ മോളെ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് വല്യപ്പച്ചന് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഏതൊരു മകളുടെയും ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയാണ് എന്നും അലീന പറഞ്ഞു വയ്ക്കുന്നു. ആ ആഗ്രഹത്തിനാണ് വല്യപ്പച്ച പപ്പ എതിരെ നിൽക്കുന്നതെന്ന് പറയുന്നു. പപ്പയുടെ മക്കളെ സ്നേഹിക്കാൻ പോലും അറിയാത്ത ഒരവസ്ഥയാണ്, ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പപ്പ ഇങ്ങനെ മാറിയത്? പപ്പയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? മുത്തശ്ശനോട് ചോദിച്ചിട്ടും മുത്തശ്ശനാണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുകയാണല്ലോ. എന്താ കാര്യം വല്യപ്പച്ച എന്ന് തിരക്കുകയാണ്. എൻ്റെ മോളെ, അവൻ്റെ ജീവിതത്തിലേക്കൊന്നും ഞാൻ അധികം കയ്യേറ്റം ചെയ്യാറൊന്നും പോകാറില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം അവൻ്റെ ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് റീത്തയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇവരുടെ ഇടയിലേക്ക് ചെല്ലുകയും ഇവരെ പിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതിൽ കൂടുതൽ വലിയ വിശദാംശമൊന്നും എൻ്റെ കയ്യിലില്ല എന്നും എനിക്കറിയില്ല എന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്തുകൊണ്ടാണ് റീത്താൻ്റിക്ക് ഇത്രയും വെറുപ്പ് പപ്പയോട് എന്ന് ചോദിക്കുന്നു. അപ്പോഴും നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഇവൻ എന്താണ് ചെയ്തത് എന്നൊന്നും ഇവൻ എന്നോട് വ്യക്തമാക്കിയിട്ടുമില്ല. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീത്തയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്, മക്കൾക്കും ഭാര്യയ്ക്കുള്ളത്. അതിൽ കൂടുതൽ ഇവന് അവരെയും കണ്ടൂടാ, അവന് ഇവരെയും കണ്ടൂടാ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അപമാനം സഹിക്കാൻ സാധിക്കാതെ നമ്മുടെ റോബിയും സഹോദരനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാലിനെ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടൻ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളുടെ സന്തതിയെ എന്തിനാണ് നിങ്ങൾ എല്ലാവർക്കും മുൻപിലേക്ക് കൊണ്ടുവന്നത്? അതിനെ അവിടെ തന്നെ കുഴിയിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താടാ റോബി, നീ എൻ്റെ തീരുമാനത്തിൽ എതിരെ നിൽക്കാറായോ? നീ എൻ്റെ ചിലവിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അതെ, നിങ്ങളുടെ ചിലവൊന്നും അല്ലായിരിക്കാം, ഞങ്ങൾ തരുന്നുമില്ലായിരിക്കാം എന്ന് കരുതിയുണ്ടല്ലോ ഇങ്ങ് പറയുന്നതോ ഏട്ടൻ പ്രവർത്തിക്കുന്നതോ ഒന്നും ശരിയല്ല എന്ന് പറയുന്നു. സമൂഹത്തിന് മുൻപിൽ നമ്മുടെ വീടിന് ഒരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീട്ടുപേരിനും. ഇതേ സമയം അതെല്ലാം
പോയില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നു, എന്ത് അന്തസ്സ്, എന്ത് വീട്ടും പേര്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയോ കാര്യങ്ങളോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. കാരണം അത്രയധികം ചതികൾ ചെയ്തിട്ടുള്ള വീട്ടുകാരാണ് നമ്മളുടേത് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ അവധക്കുട്ടി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തതും എൻ്റെ തീരുമാനത്തെ മാറ്റിമറിച്ചതും എൻ്റെ അപ്പൻ അവധക്കുട്ടി തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ചേട്ടൻ ഇതൊരു നാണക്കേടാണ്. ചേട്ടൻ അവളെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ സാധ്യമല്ല എന്ന് സ്റ്റാലിൻ തറപ്പിച്ച് പറയാണ്. എങ്കിലും ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ റീതാമ്മ ഒരു ഗ്രൂപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ചേട്ടന് അപ്പോൾ മനസ്സിലായിക്കൊള്ളും എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തായാലും അവർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അലീന എൻ്റെ മകളായി ഈ വീട്ടിൽ തുടരുക തന്നെ ചെയ്യും. ആര് വിചാരിച്ചാലും അവളുടെ മേത്ത് കൈവയ്ക്കാനോ അവളെ പുറത്താക്കാനോ സാധിക്കില്ല, അവളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് സ്റ്റാൻലി പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീതാമ്മ കടന്നു വരികയാണ്. റീതാമ്മയുടെ വരവ് അത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ടാർഗറ്റുള്ളൊരു വരവാണ്. അതായത് തൻ്റെ സ്വത്തുക്കൾ, സ്റ്റാൻലിയുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനായിട്ട് റീതാമ്മയും സഹോദരന്മാരും കൂടി ചേർന്ന് സ്റ്റാലിനെ തല്ലിച്ചതച്ചുകൊണ്ട് സ്വത്തുക്കൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന വേളയിൽ അവർക്ക് മുൻപിലേക്ക് അലീന കടന്നു വരികയാണെന്ന് കാണാം. റീത്തയാണെങ്കിൽ സ്റ്റാലിൻ പറയുന്ന വാക്ക് ഇഷ്ടപ്പെടാതെ സ്റ്റാലിനെ തല്ലുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീന സ്റ്റാലിൻ്റെ ഒരു തോക്കുമായിട്ട് കടന്നു വരികയാണ് എന്ന് കാണാൻ സാധിക്കും. മര്യാദയ്ക്ക് എൻ്റെ പപ്പയെ വിട്ട് പപ്പയെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പുറത്തേക്ക് പോയിക്കോളൂ. ഈ തോക്കിനെ പറ്റി അറിയാലോ, ഇത് പപ്പയുടെ മിലിറ്ററി ഗണ്ണാണ്, പപ്പയുടെ സുരക്ഷയ്ക്കുള്ള ഗണ്ണാണ്. ഇത് വെച്ച് വെടിവെച്ചാലും പപ്പയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ അലീന തോക്ക് ചൂണ്ടുന്നത് കണ്ടതും ഭയന്ന് പിന്മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അലീനയുടെ കണ്ണീര് സ്റ്റാലിൽ കാണുമെന്നൊക്കെ കണ്ടു തന്നെ കാണണം കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണണേ.